അവിടെ വയനാട് പുനരധിവാസം സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ദുരന്തം ഉണ്ടായത് മുതൽ മുസ്ലിം ലീഗ് കർമ്മരംഗത്താണ്. ഹതഭാഗ്യരെ സഹായിക്കാൻ, അവർക്ക് ആവശ്യമായ സഹായങ്ങളും സേവനങ്ങളും എത്തിച്ചു കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും ചെയ്ത സേവനം വിസ്മരിക്കാതാവുന്നതല്ല. അന്ന് ഇതുവരെ ചെയ്ത നാൾവഴികളിലൂടെ ആ ദുരന്തമുണ്ടായ ദിനം മുതൽ ഇന്നേ വരെ മുസ്ലിം ലീഗ് ചെയ്ത സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അനുബന്ധിച്ച് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കണമെന്ന ആദരണീയനായ തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ഉദാര മനസ്കരായ ജനങ്ങൾ ഞങ്ങളുടെ ഫണ്ടിലേക്ക് സഹായം നൽകുകയും അവരുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മുസ്ലിം ലീഗ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് 11 ഏക്കർ സ്ഥലം വിലക്ക് വാങ്ങി 105 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനിച്ചത്. അതിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ സൈറ്റിൽ വെച്ചായിരുന്നു ശിലാസ്ഥാപനവും അതോടനുബന്ധിച്ച പരിപാടികളും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന മഴ ആ തീരുമാനത്തെ മാറ്റിക്കാൻ ഞങ്ങളെ നിർബന്ധിതരായിരിക്കുകയാണ്. ഇവിടെ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യമല്ലാത്തതുകൊണ്ട് ഈ പ്ലോട്ടിൽ ശിലാസ്ഥാപനത്തിനായുള്ള പ്രവർത്തനത്തിന്റെ പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നിർവഹിക്കുന്നത്. രണ്ടു വാക്ക് പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഇവിടെ കുട്ടിൽ ഓർഫനേജിലേക്ക് പോയി അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ശിലാസ്ഥാപനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനവും നടക്കുന്നത്. ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഇവിടെ ഈ സ്ഥലത്ത് പ്രാർത്ഥനയാണ് നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന ഈ സംഭവം ഉണ്ടായ അന്ന് രാവിലെ മറ്റാരും എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരുകയും തുടർന്ന് നിരന്തരമായി ഇതിനോട് സഹകരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും ഫാറൂഖ് സാഹിബ് തുടങ്ങിയ മുഴുവൻ നേതാക്കളും അബ്ബാസ് അലി ശിഹാബ് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി രണ്ടു വാക്ക് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് കടക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരോട് വിനയ പുരസ്സരം എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ തങ്ങള് സെൻട്രൽ ഓഫീസ് സംസാരിക്കാണ്, പ്രാർത്ഥനയാണ്. എല്ലാവരും ഒന്ന് സൈലന്റാ, ആരും നിയന്ത്രിക്കണ്ട. അത്രേ നിർമ്മിച്ച് നൽകും എന്ന വാക്ക് നൽകിയ വാഗ്ദാനം നൽകിയ പദ്ധതി ഇന്ന് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം ഔപചാരികമായി ഇവിടെ നടത്തുകയാണ്. ചുരമലയിൽ ദുരന്തമുണ്ടായ സമയം മുതൽക്ക് തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അവിടെ ഓടിയെത്തുകയും ദുരിതബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. നിരവധി തവണ അവിടെ സഹായങ്ങൾ വിതരണം ചെയ്തു. അവിടെ നമ്മൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് 100 വീടുകളിൽ എത്തിച്ചു ഗവൺമെൻറ് തയ്യാറാക്കിയ വീടുകളിൽ ആവശ്യമുള്ളതാണ്. അതാ ലിസ്റ്റിൽ തന്നെയാണ് ആളുകളെ ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. 105 വീടുകളാണ് ഇവിടെ തുടക്കം. അതെല്ലാവരും അറിയിക്കുകയാണ്. നാടിൻ്റെ ഒരു സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. ഒരു വലിയ പദ്ധതിയാണ്. എല്ലാവരും സഹകരണങ്ങൾ വേണ്ടി അതെല്ലാം ഉണ്ടായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പദ്ധതിക്ക് ചെയ്തു തന്നിട്ടുള്ള
ലീഗിനെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഉള്ള അഗീതവുമായിട്ടുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. അവിടെ വെച്ചിട്ട് ആരും കൊണ്ട് വരില്ലേ? പദ്ധതിയെ പറ്റി നമ്മളെ മീറ്റിംഗ്സ് വിശദീകരിക്കും. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് പദ്ധതിയുടെ എല്ലാ ഡീറ്റെയിൽസും